നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ വാരഫലമാകുന്നു. ഈ വാരഫലത്തിൽ നാം ചിന്തിക്കുന്ന ദിനങ്ങൾ 2025 മെയ് 24 മുതൽ മെയ് 31 വരെയുള്ള 7 ദിവസങ്ങളാകുന്നു. ഒരു ശനിയാഴ്ച മുതൽ മറ്റൊരു ശനിയാഴ്ച വരെയുള്ള ദിനങ്ങൾ, അതായത് 1200 ഇടവമാസം 10-ാം തീയതി ശനിയാഴ്ച മുതൽ 17-ാം തീയതി വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ വാരത്തിൽ കാര്യമായി നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാറ്റം പ്രധാനമായും വന്നത് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. രാഹു അപ്രകാരം തന്നെ എവിടത്തേക്ക് വന്നു? 11-ാം ഭാവത്തിലേക്ക് വന്നു. ഇത് പ്രധാനപ്പെട്ട മാറ്റങ്ങളാകുന്നു. രാഹു 11-ാം ഭാവത്തിൽ വരുമ്പോൾ രാഹുവിൻ്റെ പുച്ഛമായ വാലായ കേതു ചിങ്ങത്തിലേക്കും പ്രവേശിച്ച് കഴിഞ്ഞു. ഇനി കാര്യമായി മാറുവാനുള്ള ഗ്രഹങ്ങൾ, ശുക്രൻ മേടൻ രാശിയിലേക്ക് വരും ഇടമാസം 17-ാം തീയതി 31-ാം തീയതിയിൽ. അതിനു പുറമെ ജൂൺ ആദ്യവാരം ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ ബുധനും ശക്തമായി ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ഗ്രഹങ്ങളുടെയൊക്കെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ബാധിക്കും മേടം മുതൽ മീനൻ രാശിക്കാരെ എന്ന വിഷയമാണ് ഈ വാരഫലത്തിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശി. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ഇന്ന് ചാരവശാൽ 4-ൽ രാഹു, 5-ാം ഭാവത്തിൽ ശനി, ചന്ദ്രൻ, ശുക്രൻ, 7-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, അഷ്ടമത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ ചൊവ്വ, 10-ാം ഭാവത്തിൽ കേതു. ഇവിടെ രാശിയുടെ അധിപനായ ചൊവ്വ ഇപ്പോഴും നീചസ്ഥനാണ്. ആ ചൊവ്വ ജൂൺ 1-ാം വാരമാകുമ്പോഴേക്കും അനുകൂലമായിട്ട് വരും. 7-ാം ഭാവത്തിൽ സൂര്യനും ബുധനുമുണ്ട്. 7-ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ അഷ്ടമാധിപനായ ഗ്രഹമാണ് 7-ാം ഭാവത്തിൽ വരുന്നത്. ഭാര്യയുടെ ആരോഗ്യവശം വളരെ ശ്രദ്ധിക്കണം. അവിടെ സൂര്യൻ നിൽക്കുന്നതും അത്ര നല്ലതല്ല. അവിടെ നിപുണയോഗമുണ്ട്, പക്ഷെ അവിടെ പലപ്പോഴും പാപിയോടൊത്ത ബുധൻ പാപനായിത്തീരും. അഷ്ടമാധിപനായ ഗ്രഹമാണ് ബുധൻ. അത് 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദാമ്പത്യ വിഷയത്തിലൊക്കെ ക്ലേശങ്ങളുണ്ടാകും, അരിഷ്ടതയുണ്ടാകും, ഭാര്യയ്ക്ക് രോഗാദി അരിഷ്ടതകൾ വരും. ആ വിഷയം ശ്രദ്ധിക്കണം. രന്ദ്രേശ സുതബോധവ മതഗതോ നൃണാം നിഹന്തി അങ്കനാം. അഷ്ടമാധിപനായ ഗ്രഹം അല്ലെങ്കിൽ 5-ാം ഭാവാധിപനായ ഗ്രഹം 7-ൽ വന്നാൽ ഭാര്യാനാശം പറഞ്ഞിരിക്കുന്നു. അവിടെ സൂര്യനുമുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. ഭാര്യയുടെ ആരോഗ്യ വിഷയം ഈ ഒരു വാരം. സന്താന സംബന്ധിച്ച പല ഗുണങ്ങളും വരും. ഈ 7-ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ അയാൾ ലാഭാധിപനാണ്. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. പരസ്പരം യുവാവും യുവതിയും പരസ്പരം കാണുക, ഇഷ്ടപ്പെടുക, ആ രീതിയിലുള്ള എല്ലാ പ്രക്രിയകൾക്കും ഈ ഒരു വാരം വളരെ നല്ലതാണ്. ഭാര്യയുടെ ആരോഗ്യ വിഷയമാണ് ഞാൻ പറഞ്ഞത്. താനും ശ്രദ്ധിക്കണം. സ്വന്തം വീട്ടിൽ നിൽക്കാതെ പുറത്തേക്ക് പോകുവാനുള്ള വലിയൊരു അഭിനിവേശം വരുന്ന സമയമാണ്. അതിനാൽ വളരെ ആലോചിക്കണം. തൻ്റെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞ് മാത്രം വീട് മാറാനൊക്കെ ശ്രമിക്കുക. അല്ലെങ്കിൽ വലിയ ധനനഷ്ടം വരും. കാരണം ധനാധിപൻ അഷ്ടമത്തിലാണ്. ചിരന്നോവസയിൽ പൈതൃകം ചെയ്വ ഗഹേ. തൻ്റെ പൂർവികമായ പൈതൃകമായ വീട്ടിൽ താമസിക്കാനുള്ള താല്പര്യമുണ്ടാകില്ല. അതിനെ അടിവരയിടും 4-ാം ഭാവത്തിൽ രാഹു. 4-ൽ രാഹു വരുമ്പോൾ വീട് വിട്ട് ഓടിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചതുർത്ഥേ കഥം മാതൃനൈരുജ്യദേഹ. അമ്മയുടെ ദേഹത്തിൽ നിന്നും രോഗം വിട്ടുപോകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് 4-ൽ രാഹു വരുമ്പോൾ. ഹൃദിജ്വാലയാ ശീതളകീം ബഹിസ്യ. തൻ്റെ ഹൃദയം ജ്വലിക്കും, ശൈത്യമുണ്ടാകില്ല. അനാവശ്യമായ ചിന്തകൾ വളരെയധികം വരും. വ്യാഴം 8-ൽ വരുമ്പോൾ ചിന്താജടം ദർശനം, ചിന്തയ്ക്ക് വലിയ പ്രാധാന്യം വരും. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ധനാധിപനായ വ്യാഴം ധനസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. കാശ് ധാരാളം വരും. ധനാധിപൻ ധനത്തിലേക്ക് നോക്കുമ്പോൾ ധനം വരും. പക്ഷെ അത് യൂട്ടിലിറ്റി, അത് ഒരു അപകടത്തിൽപ്പെടാതെ സംരക്ഷിക്കപ്പെടണം. ഇവിടെ 8-ൽ വ്യാഴം വരുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് പലപ്പോഴും നല്ലതാണ്. 8-ൽ വ്യാഴം വരുമ്പോൾ ബുദ്ധിമതിയായ വ്യാഴം 8-ൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം വലിയ എഴുത്തുകാർ, ലേഖകർ, പാട്ടുകാർ, ഇവർ അനുസ്യൂതം ഇവർക്ക് എഴുതുവാൻ കഴിയും 8-ൽ വ്യാഴം വരുമ്പോൾ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് ചില രാശികളിൽ ബുധക്ഷേത്രത്തിലെ വ്യാഴമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
മറിച്ച് മകരത്തിൽ വ്യാഴം വരികയാണെങ്കിൽ, ഇടവൻ ലഗ്നമായി മകരത്തിൽ വ്യാഴം വരികയാണെങ്കിൽ നീചസ്ഥനാണ് വ്യാഴം. അത് ഉന്മാദമാണ്. അത് ഒരു തരത്തിലുള്ള ഭ്രമത്വത്തിലേക്കാണ് ഒരു വ്യക്തിയെ നയിക്കുക. ഏതായാലും വൃശ്ചിക രാശിക്കാർ ശ്രദ്ധിക്കണം, ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രദ്ധിക്കണം. സന്താന സംബന്ധമായ പ്രയാസങ്ങളുണ്ടാകും. മക്കൾ തന്നെ വിട്ടുപിരിയും, അല്ലെങ്കിൽ താൻ മക്കളെ വിട്ടുപിരിയും. ഞാനിപ്പോൾ കണ്ടില്ലേ, ഒരു ഗൃഹസ്ഥനായ ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് വിദേശത്തേക്ക് സെറ്റിൽ ആവാൻ പോകുന്നത്. അങ്ങനെ പാർഷ്യലി ദേ ആർ സെപ്പറേറ്റഡ്. അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ അച്ഛനും മക്കളും തമ്മിൽ വരുന്ന സമയമാണ് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ. അതായത് വൃശ്ചിക രാശിക്കാർ ശ്രദ്ധിക്കണം. വീട്ടിൽ ഒരു തരത്തിലുള്ള അപ്രിയങ്ങൾ വിളിച്ചു പറഞ്ഞ് മക്കളുമായി ശത്രുത ഉണ്ടാക്കാതെ നോക്കണം. ഇവിടെ നിർബന്ധമായും വ്യാഴാഴ്ചകളിൽ വിഷ്ണു പ്രീതി ചെയ്യണം. തുളസിമാല, പാൽപ്പായസം വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കണം. പക്ഷേ ഈ ബുധൻ ഞാൻ പറഞ്ഞു ധാരാളം നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും, യാത്രക്ക് സഹായിക്കും. അതിനപ്പുറം മറ്റൊരു വിഷയം പറഞ്ഞു. 5ാം ഭാവത്തിൽ ശുക്രൻ, ശനി, രാഹു. സന്താനങ്ങൾ, പുതിയ സന്താനങ്ങൾ ഉണ്ടാവുക, സ്ത്രീകൾ ഗർഭം ധരിക്കുക മുതലായ പ്രക്രിയകൾ വരും. പലപ്പോഴും പ്രായമുള്ള വൃദ്ധരായ മാതാപിതാക്കൾക്ക്, മുത്തച്ഛനും മുത്തശ്ശിക്കും തങ്ങളുടെ മക്കൾ അവർ ഗർഭധാരണം സംഭവിക്കുന്ന സമയമാണ്. അവർക്ക് സന്തോഷിക്കേണ്ടുന്ന ഒരു അസുലഭമായ സമയവും വരും. 4ൽ രാഹു വരുമ്പോൾ ശാരീരികമായി ശ്രദ്ധിക്കണം. ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പെട്ടെന്ന് എന്ത് വരും, ചുമ, കൊര, കാലാവസ്ഥ മാറുമ്പോഴുണ്ടാകുന്ന ദ ബാഡ് വെതർ, ഇതൊക്കെ ഹൃദസംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ, ആസ്തമാറ്റിക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാക്കും. പ്രത്യേകിച്ച് 8ലെ വ്യാഴത്തിന് കഫജന്യമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കണം. തൈര് കഴിക്കാൻ പാടില്ല സന്ധ്യയ്ക്ക് ശേഷം. ഈ ഒരു വർഷം വൃശ്ചികം രാശിക്കാർ മേൽപ്പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.